ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിനിയാണ്. ഇന്ന് ക്രിസ്മസ് ഒക്കെ ആയിട്ട് വളരെ സ്പെഷ്യൽ ആയിട്ടൊരു റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ചിക്കൻ ഓലപ്പൊടിയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ തൊട്ടടുത്താണെന്ന ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തേക്കണം. അപ്പോൾ വേഗം തന്നെ നമുക്ക് നമ്മുടെ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 6-7 വലിയ പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം മതിയാകും. 1/4 ടീസ്പൂൺ വേണ്ട, അതിലും താഴെ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന കുരുമുളകും ഉപ്പും മഞ്ഞളും ഗരം മസാലയും ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കൈവച്ച് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. അതിനുശേഷം നമ്മളിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു 15 മിനിറ്റ് നേരത്തേക്ക് മാത്രം മതിയാകും ആ മസാലയ്ക്ക് ഒന്ന് ആ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ആവശ്യമില്ല, അതിൻ്റെ പകുതി മാത്രം മതിയാകും. ഇനി നമുക്കിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കണം. നമ്മുടെ ഈ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം, അതാണ് പരുവം. ഇനി നമുക്ക് അപ്പോഴത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാം. നമ്മളുടെ പിടിക്ക് ആവശ്യമായിട്ടുള്ള 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മുടെ ഇടിയപ്പപ്പൊടിയൊക്കെ ഇല്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ തിരിങ്ങിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നന്നായിട്ട് കൈവച്ചൊന്ന് ഞെരടിയെടുക്കാം. നമ്മുടെ അരിപ്പൊടിയും തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടണം. ആ രീതിയിൽ നമ്മൾ കൈവച്ച് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കാം. ഇപ്പം നമ്മൾ അരിപ്പൊടിയൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് ചേർത്ത് വെച്ച ശേഷം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി തണുക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ആ ഒരു നേരം കൊണ്ട് നമുക്ക് നമ്മുടെ മാവ് കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളത്തിലേക്കാണ് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 4 കൊച്ചുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം ഒരുപാട് അങ്ങ് പൊടിക്കണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാകും. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പ് നമ്മൾ ചേർക്കുമ്പോൾ കുറച്ച് അധികം ചേർക്കണം. നമ്മുടെ മാവിലേക്ക് ഒഴിക്കുമ്പം അതിൻ്റെ ഭാഗത്ത് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിൽ ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളമാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ആദ്യം തന്നെ ഒരുപാട് ചേർക്കണ്ട, ഒരുപാട് ലൂസായി പോയാൽ നമുക്ക് നിരത്തിയെടുക്കാൻ പാടായിരിക്കും. ആദ്യം ഞാനിപ്പം 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്, അത് മതിയായിട്ടില്ല. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ശരിക്കും 1/4 കപ്പ് വെള്ളമാണ് മുഴുവനായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് നനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയാകും. ഇത് തണുക്കുമ്പം കുറച്ചും കൂടെ ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ നമുക്ക് കറക്റ്റ് പരുവായിട്ട് കിട്ടും. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ആ ഒരു നേരം കൊണ്ട് നമുക്ക് ചിക്കനിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കിയെടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കൊച്ചുള്ളി നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഒരു കുഞ്ഞു ബൗളിന് 1 ബൗൾ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം കൊച്ചുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ സവോള എടുത്താലും മതിയാകും. ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം പാൻ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന എണ്ണ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ആകുമ്പോഴാണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണിത്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ കൊച്ചുള്ളിയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഈ കൊച്ചുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള മസാലപ്പൊടികൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ കറിവേപ്പിലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്.
ഇനി ഇതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ചിക്കൻ ഉപ്പ് ചേർത്താണ് വേവിച്ചേക്കുന്നത്, അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി നമുക്ക് അധികം മസാലകളൊന്നും ആവശ്യമില്ല, വളരെ കുറച്ച് മസാലകൾ മാത്രം മതി. നമുക്കിപ്പോൾ ഇതിലേക്ക് ഒരു 2 നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മൂത്തൊക്കെ വന്ന് പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഉപ്പ് വേണമെന്ന് തോന്നുവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു നേരത്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. ഇതിലേക്ക് ഞാനിപ്പം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതും കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പം നന്നായിട്ട് ഇത് റെഡി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നല്ല വീതിയുള്ള ഓലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതുപോലെ നല്ല വീതിയുള്ള ഓല എടുക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ പരത്തിയെടുക്കാൻ പറ്റുന്നത്. ഈ ഓല ഇതുപോലെ പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ മുറിച്ചെടുത്ത് വെക്കണം. ഒരു പിടി ഉണ്ടാക്കാൻ നമുക്ക് 2 ഓല കഷ്ണമാണ് വേണ്ടത്. ഇനി നമ്മുടെ പിടിയൊക്കെ നിരത്തിയതിന് ശേഷം ഇതിൻ്റെ സൈഡ് കെട്ടാൻ വേണ്ടിയിട്ട് വാഴവള്ളിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് പിടി ഒന്ന് നിരത്തിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. കുറച്ചും കൂടെ ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പിടിയായിട്ട് നിരത്തിയെടുക്കാം. കൈ ചെറുതായിട്ടൊന്ന് നനച്ചതിന് ശേഷം നമുക്കിതുപോലെ കുറച്ച് മാവെടുത്ത് വെച്ച് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. നമ്മളിപ്പം മാവ് നനച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ നിരത്തിയെടുക്കാൻ പരുവത്തിന് കുഴച്ചെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ നല്ല രീതിയിൽ ഇതൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ല രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്സ് വെച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് നമ്മളിത് കുത്തി നിറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ വെച്ച് കൊടുത്താൽ മാത്രം മതിയാകും. നന്നായിട്ടൊന്ന് നിരത്തിയെടുക്കണം. എല്ലാം കൂടെ അങ്ങ് ഒരുമിച്ച് ഒരു സൈഡിലങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യാതെ എല്ലാം നല്ല രീതിയിൽ ഒന്ന് നീളത്തിൽ നമുക്കൊന്ന് നിരത്തി കൊടുക്കാം. ഫില്ലിങ്സ് ഒക്കെ നന്നായിട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വേറൊരു ഓലക്കഷ്ണം എടുത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ 2 എൻഡും ഒന്ന് കെട്ടിക്കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വാഴയുടെ വള്ളി കൊണ്ട് 2 എൻഡും നമുക്ക് കെട്ടിക്കൊടുക്കാം. ആദ്യം നമ്മൾ വാഴയുടെ നാര് കുറച്ച് വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമുക്ക് വേഗം തന്നെ കെട്ടാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു എൻഡ് നമ്മൾ കെട്ടിക്കഴിഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ എൻഡും കെട്ടിയെടുക്കാം. ഭയങ്കര ടൈറ്റൊന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കണം, രണ്ടും കൂടെ, അത്രയും മാത്രം മതി. താഴെ വെച്ച് കെട്ടാനാണ് കുറച്ചും കൂടെ എളുപ്പത്തിൽ പറ്റുന്നത്. ഇതിപ്പോൾ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ കെട്ടിയെന്നേ ഉള്ളൂ. അപ്പോൾ താഴെ വെച്ച് കെട്ടിയാൽ നമുക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് കെട്ടിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ 2 എൻഡും നല്ല രീതിയിൽ കെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാം ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഞാൻ ഫില്ല് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുത്താൽ മാത്രം മതിയാകും. ഇനി നമുക്കിത് ഇഡ്ഡലിക്കുട്ടകത്തിലേക്ക് വെച്ച് ആവി കയറ്റിയെടുത്താൽ മാത്രം മതിയാകും. ഞാനിപ്പോൾ ഇത് 2 ബാച്ചസ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്തെടുത്തത്. അപ്പം നമുക്ക് കുറച്ചും കൂടെ വേഗത്തിൽ വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് നേരം കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ പിടിയുടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ 2 ബാച്ചും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് നേരം കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ ഒരു സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ഡിഷാണ്. തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. ഇപ്പോൾ ഇതാ ഞാൻ ഓല പൊട്ടിച്ചെടുക്കുകയാണ്. നല്ല ചൂടോടെ ഇത് കഴിക്കുമ്പം സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ മറക്കാതെ അറിയിക്കണം. ഇന്നത്തെ നമ്മുടെ ഈ ചിക്കൻ ഓലപ്പൊടി എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നതെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.